ഗുഡ് മോർണിംഗ് എവ്രി വൺ. ലാസ്റ്റ് 2-3 വീഡിയോ ആയിട്ട് നമ്മൾ വെഞ്ചുറിമീറ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. വെഞ്ചുറിമീറ്റർ എന്ന് പറഞ്ഞാൽ ബെർണോളീസ് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ അടുത്തൊരു എക്യുപ്മെൻറ്റ് വിച്ച് വർക്ക്സ് യൂസിങ് ബെർണോളീസ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് കോൾഡ് ഓറിഫിസ് മീറ്റർ ഓർ ഓറിഫിസ് പ്ലേറ്റ്. It is a device used for measuring the rate of flow of a fluid through a pipe. Again, വെഞ്ചുറിമീറ്റർ പോലെ തന്നെ rate of flow മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഓറിഫിസ് മീറ്റർ. ഇറ്റ് ഈസ് ചീപ്പർ ആസ് കമ്പയർഡ് ടു എ വെഞ്ചുറിമീറ്റർ ആൻഡ് ഇറ്റ് ഓൾസോ വർക്ക്സ് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ ആസ് ദാറ്റ് ഓഫ് വെഞ്ചുറിമീറ്റർ. അതായത് ബെർണോളീസ് ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. It consists of a flat circular plate which has sharp edged hole called orifice which is concentric with the pipe. അപ്പോൾ ഇതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ് സർക്കുലറിൽ, അതിൻ്റെ നടുക്കൊരു ഹോൾ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പൈപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്? പൈപ്പിന് കോൺസെൻട്രിക് ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതായത് പൈപ്പിൻ്റെ സെൻറ്ററും ഈ ഓറിഫിസിൻ്റെ സെൻറ്ററും ഒരേ ലൈനിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളിതിനെ അറേഞ്ച് ചെയ്യുന്നത്. Orifice diameter is kept 0.4 to 0.8 times the diameter of the pipe. അപ്പോൾ പൈപ്പിൻ്റെ ഡയമീറ്ററിനേക്കാൾ 0.4 to 0.8 ടൈംസ് ആയിരിക്കും ഓറിഫിസിൻ്റെ ഡയമീറ്റർ. അപ്പോൾ ഓറിഫിസ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ പ്ലേറ്റിൻ്റെ നടുക്കിലുള്ള ഹോളിനെയാണ് ഓറിഫിസ് എന്ന് പറയുന്നത്. So this is the schematic representation of orifice meter. ഫിഗർ നോക്കിക്കേ. അപ്പോൾ ഇത് ദിസ് ഇസ് ദ പൈപ്പ്. ആ പൈപ്പിനുള്ളിൽ ഇതാ ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് ഓറിഫിസ് മീറ്റർ. നമ്മൾ കട്ട് ചെയ്ത് വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ സർക്കുലർ ആയിട്ടുള്ള പ്ലേറ്റിനെ ഇത്രയും നമ്മൾ കാണാൻ പറ്റുള്ളൂ. ഈ ഒരു ലൈനായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും ഒരു പ്ലേറ്റ് ആണ്. ആ പ്ലേറ്റിന് നടുക്കുള്ള ഹോളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനെയാണ് ഓറിഫിസ് എന്ന് പറയുന്നത്. ഓക്കെ. So a differential manometer is connected at section 1 which is at a distance of 1.5 to 2 times the pipe diameter upstream from the orifice plate. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 2 സെക്ഷൻസ് എടുത്തിട്ടുണ്ട്. ആ 2 സെക്ഷൻ്റെ ഇടയ്ക്ക് ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്റ്റും ചെയ്തിട്ടുണ്ട്. സെക്ഷൻസ് എവിടേക്കാണ് എടുത്തേക്കുന്നത്? സെക്ഷൻ 1 which is at a distance of about 1.5 to 2 times the pipe diameter upstream from the orifice plate. Orifice പ്ലേറ്റിൻ്റെ അപ്സ്ട്രീം എന്ന് പറയുന്നത് orifice പ്ലേറ്റിന് മുന്നേ ഉള്ള ഈ പോർഷനെയാണ് അപ്സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓറിഫിസ് പ്ലേറ്റിൻ്റെ അപ്സ്ട്രീമിലാണ് ഫസ്റ്റ് സെക്ഷൻ എടുത്തിരിക്കുന്നത്. ഇനി അത് എത്ര ഡിസ്റ്റൻസിലാണ് എടുക്കുന്നത്? 1.5 to 2 ടൈംസ് ദ പൈപ്പ് ഡയമീറ്റർ. അതായത് ഈ ഓറിഫിസ് പ്ലേറ്റിൽ നിന്ന് 1.5 ടൈംസ് ദ പൈപ്പ് ഡയമീറ്റർ. പൈപ്പ് ഡയമീറ്ററിൻ്റെ 1.5 to 2 ടൈംസ് അത്രയും ഡിസ്റ്റൻസിലാണ് നമ്മൾ സെക്ഷൻ 1 എടുക്കുന്നത്. ഇനി സെക്ഷൻ 2 എവിടെയാണെന്ന് നോക്കിയേ. സെക്ഷൻ 2 which is at a distance of about half the diameter of the orifice on the downstream side. അപ്പോൾ ഓറിഫിസ് പ്ലേറ്റിൻ്റെ ഡൗൺസ്ട്രീം സൈഡിലാണ് സെക്ഷൻ 2 വന്നിരിക്കുന്നത്. അത് എവിടെയാണ് വന്നിരിക്കുന്നത്? at a distance of half the diameter of the orifice. ഓറിഫിസ് ഡയമീറ്ററിൻ്റെ ഹാഫ് മാറിയാണ് സെക്ഷൻ 2 എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ പൊസിഷൻ്റെ നിങ്ങൾ നോക്കിക്കേ. ഈ ലിക്വിഡ് ഇവിടെ വന്ന് കോൺട്രാക്ട് ചെയ്ത് ഈ ഓറിഫിസിൻ്റെ നടുക്കുള്ള ഹോളിലൂടെ പാസ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ സെക്ഷൻ 2 എടുത്തേക്കുന്ന സ്ഥലത്താണ് ആ സ്ട്രീമിന് ഏറ്റവും ചെറിയ ഡയമീറ്റർ വരുന്നത്. ആ പോയിന്റിനെ പറയുന്ന പേരാണ് വീന കോൺട്രാക്റ്റ. അപ്പോൾ ആ വീന കോൺട്രാക്റ്റയിലാണ് നമ്മൾ സെക്ഷൻ 2 എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 2 സെക്ഷനെയും പേരുകളൊക്കെ കൊടുക്കാം. P1 എന്ന് പറയുന്നത് പ്രഷർ അറ്റ് സെക്ഷൻ 1, V1 is the velocity at section 1 and A1 is the area of the pipe at section 1. Similarly, P2, V2, A2 ഈ corresponding values at section 2. Now applying Bernoulli's equation at section 1 and 2. 1 and 2 നമ്മൾ Bernoulli's equation കൊടുക്കുന്നു. P1 by rho g plus V1 square by 2g plus Z1 is equal to P2 by rho g plus V2 square by 2g plus Z2. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. P1 by rho g plus Z1 minus P2 by rho g plus Z2 is equal to V2 square by 2g minus V1 square by 2g. നമുക്കറിയാം P1 by rho g plus Z1 minus P2 by rho g plus Z2 എന്ന് പറയുന്നതാണ് ഡിഫറൻഷ്യൽ ഹെഡ് സ്മോൾ എച്ച്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിനെ സ്മോൾ എച്ച് എന്ന് വിളിച്ചാൽ H is equal to V2 square by 2g minus V1 square by 2g. or in other words 2gh ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2gh is equal to V2 square minus V1 square or V2 is equal to root of 2gh plus V1 square.
Now section 2 is at the vena contracta and A2 represents the area at the vena contracta. അപ്പോൾ വീന കോൺട്രാക്റ്റയുടെ ഏരിയയാണ് A2 എന്ന് പറയുന്നത്. If A0 is the area of the orifice, orificeന്റെ ഏരിയ A0 എന്ന് നമ്മൾ വിളിച്ചാൽ CC, coefficient of contraction CC is equal to A2 by A0. അപ്പം കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രീമിൻ്റെ ഡയമീറ്റർ കോൺട്രാക്റ്റ് ആകുന്നതിൻ്റെ കൺസേൺ ചെയ്യുന്ന ഒരു കോഎഫിഷ്യൻ്റ് ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ. സോ C2 is equal to A2 by A0. A2 എന്ന് പറഞ്ഞാൽ വീന കോൺട്രാക്റ്റയുടെ ഡയമീറ്റർ, A0 എന്ന് പറഞ്ഞാൽ ഒറിഫിസിൻ്റെ ഡയമീറ്റർ. സോ ആ റേഷ്യോനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് A2 is equal to A0 into CC എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ A1 V1 is equal to A2 V2. So V1 is equal to A2 V2 by A1, or it is equal to A2ന് പകരം നമ്മൾ A0 CC എന്ന് കൊടുക്കുന്നു. A0 CC by A1 into V2. Substituting the value of V1 in equation 1. Equation 1 ഈ കിടക്കുന്ന V2 is equal to root of 2gh plus V1 square എന്ന് പറയുന്നതാണ് ഇക്വേഷൻ 1. നിങ്ങൾ അവിടെ ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യണം. സോ നമുക്കിപ്പോൾ കിട്ടിയ V1ൻ്റെ വാല്യൂ നമ്മൾ ആ V2ൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. V2 എന്ന് പറഞ്ഞാൽ root of 2gh plus V1 square ആണ്. സോ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. V2 is equal to root of 2gh plus V1 square ആണ്. V1 squareന് പകരം നമ്മൾ ഈ വാല്യൂ കൊടുക്കുന്നു. A0 CC V2 by A1 the whole square, അതായത് A0 square CC square V2 square by A1 square. സോ ഇതിന് നമ്മൾ രണ്ട് സൈഡ് ഒന്ന് സ്ക്വയർ ചെയ്തേക്കാണ് ഇവിടെ. സോ V2 square is equal to 2gh plus A0 by A1 the whole square into CC square into V2 square. ഈ ഇക്വേഷനിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലും V2 square വരുന്നുണ്ട്, റൈറ്റ് സൈഡിലും V2 square വരുന്നുണ്ട്. സോ ആ V2 squareനെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നു. സോ V2 square ഇൻറ്റു, ഇവിടെ ഈ ഈക്വൽ ടു എന്നുള്ളത് തെറ്റാണ്, ആ ഈക്വൽ ടു അവിടെ ഇല്ല. V2 square ഇൻറ്റു 1 minus A0 by A1 the whole square into CC square is equal to 2gh. സ്റ്റെപ്പ് മനസ്സിലായല്ലോ? രണ്ട് സൈഡിൽ നിന്നും ഈ ടേമിനെയും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് V2 കോമൺ ആയിട്ട് എടുത്തേക്കാണ്. ഇവിടെ ഈ ഈക്വൽ ടു ഇല്ല, ഇത് ഇൻറ്റു ആണ്. സോ റൈറ്റ് സൈഡിൽ പിന്നെ 2gh മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് V2നെ എഴുതുവാണെങ്കിൽ എന്ത് വരും? സ്ക്വയർ റൂട്ട് എടുക്കുക. റൂട്ട് ഓഫ് 2gh ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് A0 by A1 the whole square into CC square. അപ്പോൾ നമുക്ക് V2ന് ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇനി നമുക്കറിയാം ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? Q is equal to A2 V2 ആണെന്നറിയാം. സോ Q is equal to V2 into A2. സോ A2ന് നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. A2 is equal to A0 into CC ആണെന്ന് നമുക്കറിയാം. സോ ഇവിടെ നമ്മൾ A2 is equal to A0 into CC എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പോൾ A0 CC into V2ന് നമുക്ക് പ്രീവിയസ് സ്റ്റെപ്പിൽ കിട്ടിയ ഈ V2ൻ്റെ വാല്യൂ നമ്മളിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ A0 CC into V2 ആണ്. V2ന് പകരം root of 2gh divided by root of 1 minus A0 by A1 the whole square into CC square. ഇനി ഈ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മളിവിടെ വേറൊരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനാണ്. ദിസ് ഇസ് എ ഇക്വേഷൻ ദാറ്റ് കണക്ട്സ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചോളുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇവിടെ നമുക്ക് വരുന്ന CC എന്ന് പറയുന്ന ടേമാണ് രണ്ടിടത്തും വരുന്നുണ്ട്. സോ ഇതിൽ നിന്ന് CC എന്താണെന്ന് എഴുതാം. CC will be equal to CD into this factor, root of 1 minus A0 by A1 the whole square into CC square divided by root of 1 minus A0 by A1 the whole square. അപ്പോൾ ഈ CCയെ കൊണ്ടുവന്ന് നമുക്ക് ഈ ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ Q is equal to A0 into CD into root of 1 minus A0 by A1 the whole square into CC square divided by root of 1 minus A0 by A1 the whole square into root of 2gh divided by root of 1 minus A0 by A1 the whole square into CC square. ഈ ഇക്വേഷനാണ് നമ്മൾ ഈ CCയുടെ വാല്യൂ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. Okay, so this equation will take the form A0 into CC into root of 2gh divided by, so ഇതെല്ലാം ഈ ഇക്വേഷൻസ് ഈ രണ്ട് ടേംസ് എല്ലാം ക്യാൻസൽ ആയി പോകും. സോ A0 into CD,
CC അല്ല CD into A0 into root of 2GH divided by root of 1 minus A0 by A1 the whole square. So which is equal to CD ഇവിടെ A1 LCM എടുത്തിട്ട് സോ A1 അല്ല A1 സ്ക്വയറിനെ LCM എടുത്തിട്ട് നമ്മൾ അതിനെ അങ്ങ് മേളിൽ കൊണ്ടുപോയി. സോ CD into A0 A1 root of 2GH divided by root of A1 square minus A0 square. So this is the equation used for finding out the rate of flow using an orifice meter or orifice plate. What is the final equation? Q is equal to CD A0 A1 into root of 2GH divided by root of A1 square minus A0 square.